മാസ്റ്റർ കീയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4/2/2025 നടന്ന കേരള PSCയുടെ അനലിസ്റ്റ് ഗ്രേഡ് 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈലം ഓഫ് ദ കിഡ്നി ലൈസ് ഇൻ ഇറ്റ്സ്. ഓപ്ഷൻ മീഡിയൽ മാർജിൻ, ഓപ്ഷൻ ബി ലാറ്ററൽ മാർജിൻ, ഓപ്ഷൻ സി സുപ്പീരിയർ മാർജിൻ, ഓപ്ഷൻ ഡി ഇൻഫീരിയർ മാർജിൻ. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ മീഡിയൽ മാർജിൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, the main branch of the left coronary artery is. Okay. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മീഡിയൽ മാർജിൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, the main branch of the left coronary artery is. ഓപ്ഷൻ എ സൈനോഏട്രിയൽ നോഡൽ ആർട്ടറി, ഓപ്ഷൻ ബി ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി, ഓപ്ഷൻ സി റൈറ്റ് മാർജിനൽ ആർട്ടറി ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടറി ടു AV നോഡ്. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിനെ രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മൂന്നാമത്തെ ചോദ്യം, നെയിം ദി സേഫ്റ്റി മസിൽ ഓഫ് ടങ്. ഓപ്ഷൻ എ ജെനിയോഗ്ലോസസ് മസിൽ, ഓപ്ഷൻ ബി സ്റ്റൈലോഗ്ലോസസ് മസിൽ, ഓപ്ഷൻ സി പാലറ്റോഗ്ലോസസ് മസിൽ ആൻഡ് ഓപ്ഷൻ ഡി ഹയോഗ്ലോസസ് മസിൽ. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ജെനിയോഗ്ലോസസ് മസിൽസിനെയാണ് സേഫ്റ്റി മസിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ കാൽസിറ്റോണിൻ. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി പീനൽ ഗ്ലാൻഡ്, ഓപ്ഷൻ സി തൈറോയിഡ്, ഓപ്ഷൻ ഡി സുപ്രാറീനൽ ഗ്ലാൻഡ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് നമുക്ക് കാൽസിറ്റോണിൻ റിലീസ് ആകുന്നത്. സോ ഓപ്ഷൻ എന്ത് വരും ആൻസർ ആയിട്ട്? തൈറോയിഡ്. അഞ്ചാമത്തെ ചോദ്യം, ലാർജസ്റ്റ് സെൽ എമംഗ് വൈറ്റ് ബ്ലഡ് സെൽ. ഓപ്ഷൻസ് എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി മോണോസൈറ്റ്, ഓപ്ഷൻ സി ബാസോഫിൽ ആൻഡ് ഓപ്ഷൻ ഡി ഇസിനോഫിൽ. ലാർജസ്റ്റ് എമംഗ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്നറിയപ്പെടുന്നത് മോണോസൈറ്റിനെയാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി സെൽസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ ഈസ്ട്രജൻ, ഓപ്ഷൻ ബി LH, ഓപ്ഷൻ സി FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഓപ്ഷൻ ഡി പ്രൊജസ്ട്രോൺ. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്, അഥവാ പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ ആയ പ്രൊജസ്ട്രോൺ ആണ്. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. അടുത്ത ചോദ്യം, 3 parts ഓഫ് ദി ബ്രെയിൻ സ്റ്റെം. ഓപ്ഷൻസ് എ സെറിബ്രം, പോൺസ്, സെറിബെല്ലം, ഓപ്ഷൻ ബി പോൺസ്, മെഡുല്ല, സെറിബെല്ലം ആൻഡ് ഓപ്ഷൻ സി പോൺസ്, മിഡ് ബ്രെയിൻ ആൻഡ് സെറിബെല്ലം ആൻഡ് ഓപ്ഷൻ ഡി മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല. എന്തായാലും പോൺസ് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ മിഡ് ബ്രെയിനും മെഡുല്ലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ആർ ദ 3 parts ഓഫ് ബ്രെയിൻ സ്റ്റെം. എട്ടാമത്തെ ചോദ്യം, ദ ടൈപ്പ് ഓഫ് അനീമിയ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമലി ലാർജ് സെൽസ് ഓഫ് എർത്രോസൈറ്റ്. ഈ അബ്നോർമലി ലാർജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദ അബ്നോർമലി ലാർജ് സെൽസ് ഓഫ് എർത്രോസൈറ്റ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 എന്നുള്ളൊരു ക്ലൂവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ എയിൽ നോക്കിയാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, ഓപ്ഷൻ ബി മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ സി സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഓപ്ഷൻ ഡി ഹീമോഫീലിയ. ഹീമോഫീലിയ ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. എ അയൺ ഡെഫിഷ്യൻസി അനീമിയ അയണിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയാണ്. കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് കാരണം. സോ കറക്റ്റ് ആൻസർ എന്തേ വരത്തുള്ളൂ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ അഥവാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ HAP എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ആണ് സ്യൂട്ടിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ദ സ്റ്റേഷനറി ലെയർ ഓഫ് എ ഫ്ലൂയിഡ് അറ്റാച്ച്ഡ് ടു ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. ഇതിനെ എന്താണ് വിളിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേൺ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ബി സീറ്റ പൊട്ടൻഷ്യൽ ആൻഡ് ഓപ്ഷൻ സി നേൺസ്റ്റ് പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഡിസ്പേർഷൻ മീഡിയവും സ്റ്റേഷനറി ലെയറുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനേഷനിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? സീറ്റ പൊട്ടൻഷ്യൽ. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ.
10ാമത്തെ ചോദ്യം കാൽക്കുലേഷൻ ആണ്. ഹൗ മെനി gram of 6% and 10% of salicylic acid ointment are to be mixed to make 4 gram of 8% salicylic acid ointment? നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൊക്കെ ഇതേ മോഡൽ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഓപ്ഷൻസിൽ എ 2 gram of 6% and 2 gram of 10% salicylic acid ointment ഉണ്ട്. 3 gram of 6% and 1 gram of 10% salicylic acid ointment ഉണ്ട്. ഓപ്ഷൻ സി 1 gram of 6% and 3 gram of 10% salicylic acid ointment ഉണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 gram of 6% and 2 gram of 10% salicylic acid ointment. ഈ വീഡിയോടൊപ്പം തന്നെ എല്ലാവരും ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു കമന്റ് എന്തായാലും വീഡിയോയുടെ താഴെ ഇടാൻ എല്ലാവരും മറക്കാതെ ഇടണം. അതോടൊപ്പം തന്നെ നമുക്ക് ഫെബ്രുവരി 15 മാസ്റ്റർ കീ അക്കാഡമിയുടെ റെയിൽവേ ഫാർമസിസ്റ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോടൊപ്പം തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് വാങ്ങിക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ ഫാർമസിസ്റ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും വിത്ത് പ്രിന്റഡ് നോട്ട്സും PDF-ഉം അതേപോലെ തന്നെ മോക്ക് എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റെയിൽവേ ഫാർമസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും എന്തെങ്കിലും മറ്റ് ഡീറ്റെയിൽസോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ കൂടെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് മറക്കാതെ എല്ലാവരും ചെയ്യാൻ നോക്കാം. സോ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് വൺ among the following hard gelatin capsule size has the largest capacity? ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ജലാറ്റിൻ ക്യാപ്സൂളിന്റെ സൈസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ 0, 3, 1, 2 ഏതായിരിക്കും? 0യ്ക്കാണ് ഏറ്റവും ലാർജസ്റ്റ് കപ്പാസിറ്റി ഉള്ളത്. ഈ കപ്പാസിറ്റി നമ്മൾ ഇൻ മില്ലിഗ്രാമിലും ml ഒക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇഫ് ദ റെയ്നോൾഡ് നമ്പേഴ്സ് എക്സീഡ് 4000 ദ ഫ്ലോ ഈസ് കൺസിഡേർഡ് as ഓപ്ഷൻ എ ലാമിനാർ ഫ്ലോ, ഓപ്ഷൻ ബി ട്രാൻസിഷൻ ഫ്ലോ, ഓപ്ഷൻ സി ടർബുലന്റ് ഫ്ലോ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ലിക്വിഡ്സിനെ സൂചിപ്പിക്കുന്നതാണ്. കൃത്യമായി തന്നെ പറയുന്നുണ്ട് 4000 എക്സീഡ് ചെയ്താൽ അത് ടർബുലന്റ് ഫ്ലോ ആണ്, 2000 കുറവാണെങ്കിൽ ഇത് ലാമിനാർ ഫ്ലോ ആണ്. അപ്പൊ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് 4000 എക്സീഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ടർബുലന്റ് ഫ്ലോ, അതായത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീവ് നമ്പർ ഇൻ വിച്ച് ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദി ഫൈൻ പൗഡേഴ്സ് മസ്റ്റ് പാസ് ത്രൂ ഇസ് ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 10 ആൻഡ് ഓപ്ഷൻ ഡി 85. നമ്മൾ വെരി കോഴ്സ് പൗഡർ, വെരി ഫൈൻ പൗഡേഴ്സിന്റെ ഒക്കെ സീവ് നമ്പർ പഠിക്കുന്നുണ്ട്. സോ എല്ലാ പാർട്ടിക്കിൾസിനും പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഫൈൻ പൗഡേഴ്സിന്റെ സീവ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡിയിലുള്ള 85 ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഇൻ സൈസ് റിഡക്ഷൻ ദ മെക്കാനിസം ഓഫ് കമ്പൈൻഡ് ഇമ്പാക്ട് ആൻഡ് അട്രീഷൻ ഈസ് യൂസ്ഡ്. ഇത് എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ എ റോളർ മിൽ, ഓപ്ഷൻ ബി ഫ്ലൂയിഡ് എനർജി മിൽ, ഓപ്ഷൻ സി ഹാമർ മിൽ, ഓപ്ഷൻ ഡി പെസിൽ ആൻഡ് മോട്ടർ. ഇമ്പാക്റ്റിലും അട്രീഷനിലും വർക്ക് ചെയ്യുന്ന സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ് ഏതാണ്? ഫ്ലൂയിഡ് എനർജി മില്ലാണ്. കൂടാതെ നമ്മൾ വേറെ എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ബോൾ മില്ലും ഇമ്പാക്ട് ആൻഡ് അട്രീഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. 15ാമത്തെ ചോദ്യം, ദ ടൈം ഇൻ മിനിറ്റ്സ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ബൈ 19% ത്രൂ എ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നോൺ ആസ് ഓപ്ഷൻ എ Z വാല്യൂ, ഓപ്ഷൻ ബി D വാല്യൂ, ഓപ്ഷൻ സി ബോത്ത് A ആൻഡ് B, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് ബോത്ത് A ആൻഡ് B ഒക്കെ കൊടുത്തിരിക്കുന്നത്. വയബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ 19% റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം ഇൻ മിനിറ്റ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? D വാല്യൂ അഥവാ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്നറിയപ്പെടും. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. 16ാമത്തെ ചോദ്യം, ദ ഫാർമക്കോപ്പിയൽ ലിമിറ്റ് ഓഫ് ദ ഡിസിൻറ്റഗ്രേഷൻ ടൈം ഫോർ ആൻ എഫർവെസന്റ് ടാബ്ലറ്റ്. ഓപ്ഷൻ എ 15 minutes, ഓപ്ഷൻ ബി 30 minutes, ഓപ്ഷൻ സി 5 minutes ആൻഡ് ഓപ്ഷൻ ഡി 3 minutes. 3 minutes എന്തിന്റെയാണ്? ഡിസ്പേഴ്സിബിൾ ടാബ്ലറ്റിന്റെയാണ്. എഫർവെസന്റ് ടാബ്ലറ്റിന്റെ എത്ര വരും? 5 minutes ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 15 minutes എന്തിന്റെയാണ്? ഫിലിം കോട്ടഡ് നോൺ കോട്ടഡ് ടാബ്ലറ്റ്സിന്റെയാണ്. ആൻഡ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ആണ് എന്ത്? 30 minutes. സോ എഫർവെസന്റ് ടാബ്ലറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഓപ്ഷൻ സി വരും.
17ാമത്തെ ചോദ്യം, ഇതിൽ നമുക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നുള്ളൂ. ഇഫ് ദ ബ്ലഡ് സെൽസ് ആർ കോണ്ടാക്ട് വിത്ത് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ, എന്തായിരിക്കും സംഭവിക്കുക? സെല്ലിന് ഷ്രിങ്ക് ചെയ്യുവോ, അതോ സ്വെല്ല് ചെയ്യുവോ, അതോ വിൽ റീറ്റെയിൻ ഇറ്റ്സ് ടോൺ, അതിന് മാറ്റമൊന്നും ഇല്ലാതെ തന്നെ തുടരുവോ, അതോ നൺ ഓഫ് ദി അബോവ്? എന്തായിരിക്കും? നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഷ്രിങ്ക് ചെയ്യും. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. 18ാമത്തെ ചോദ്യം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദ ടൈം ഡിപ്പെൻഡന്റ് ഡയലറ്റന്റ് ബിഹേവിയർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ റിയോപെക്സി, ഓപ്ഷൻ ബി സ്യൂഡോപ്ലാസ്റ്റിക്, ഓപ്ഷൻ സി ന്യൂട്ടോണിയൻ ഫ്ലോ ആൻഡ് ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് ഫ്ലോ. ടൈം ഡിപ്പെൻഡന്റ് ഡയലറ്റന്റ് ബിഹേവിയറിനെ നമ്മൾ എന്താ വിളിക്കുക? റിയോപെക്സി എന്നാണ് വിളിക്കുക. അതേസമയം ടൈം ഡിപ്പെൻഡന്റ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലോ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ടിക്സോട്രോപ്പി. സോ 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ വരും. 19ാമത്തെ ചോദ്യം, മെൻഷൻ ദ ഡ്രഗ് വിച്ച് ഈസ് സ്ട്രക്ചറലി റിലേറ്റഡ് ടു ഡോപ്പമിൻ, ഹാസ് എ സെലക്റ്റീവ് ബീറ്റ-1 റിസപ്റ്റർ അഗോണിസ്റ്റിക് ആക്ഷൻ ആൻഡ് പാർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ. ഇത്രയും ഒരു വലിയ സെന്റൻസ് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചറലി റിലേറ്റഡ് ടു ഡോപ്പമിൻ. പിന്നെ അടുത്തൊരു സെന്റൻസിലും കൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് വേഗം എത്താൻ പറ്റും. സെലക്റ്റീവ് ബീറ്റ-1 റിസപ്റ്റർ അഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ടെന്ന്. മൂന്നാമത്തെ ക്ലൂ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലറിൽ ഉപയോഗിക്കാനും പറ്റുന്നു. ഡ്രഗ് ഏതാണ്? ടോബ്യൂട്ടമിൻ ആണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഡ്യൂളോക്സെറ്റിനൊക്കെ എന്ത് ഡ്രഗ് ആണ്? ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. ഡോർസോളമൈഡോ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. സോ നമുക്ക് വേഗം ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും ഡോബ്യൂട്ടമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്റി കോളിനർജിക് ഏജന്റ് യൂസ്ഡ് ഇൻ യൂറിനറി ഇൻകോണ്ടിനൻസ്, ഫ്രീക്വൻസി, അർജൻസി ആൻഡ് ഡിസ്യൂറിയ അസോസിയേറ്റഡ് വിത്ത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ആന്റി കോളിനർജിക് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി പോയിട്ടുള്ളവർക്ക് ശരിക്കും ഈ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ഫ്ലേവോക്സേറ്റ്, ഓപ്ഷൻ ബി ഡ്രോട്ടാവറിൻ, ഓപ്ഷൻ സി ഡൈസൈക്ലോമിൻ ആൻഡ് ഓപ്ഷൻ ഡി പൈറൻസപ്പിൻ. ഇതിന്റെ ശരിയായ ഉത്തരം ഫ്ലേവോക്സേറ്റ് ആണ്. യൂറിക്കോ സെലക്റ്റീവ് ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത 21ാമത്തെ ചോദ്യം, നെയിം എ 5-HT1A റിസപ്റ്റർ പാർഷ്യൽ അഗോണിസ്റ്റ്. പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം എത്താം. കൂടാതെ ആന്റി ആൻസൈറ്റി എഫക്റ്റും ഉണ്ട്. ഓപ്ഷൻ എ ബ്യൂപ്രോപ്പിയോൺ, ഓപ്ഷൻ ബി ലോക്സെപ്പിൻ, ഓപ്ഷൻ സി ഡോക്സെപ്പിൻ ആൻഡ് ഓപ്ഷൻ ഡി ബെസ്പൈറോൺ. ഏതാണ് ശരിയായ ഉത്തരം? ബെസ്പൈറോൺ ആണ്. ആന്റി ആൻസൈറ്റി ഏജന്റ് ആണ്. 5-HT1A റിസപ്റ്റർ പാർഷ്യൽ അഗോണിസ്റ്റുമാണ്. അടുത്തതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡ്രഗ് ഏത് മെക്കാനിസം വഴിയാണ് ആക്ട് ചെയ്യുന്നത്? വെൻലാഫാക്സിൻ ഒരു ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്, നമുക്കറിയാം. ഇതിൽ ഏത് മെക്കാനിസം വഴിയാണ് വെൻലാഫാക്സിൻ ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻഹിബിറ്റ് ദി അപ്ടേക്ക് ഓഫ് സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമിൻ ആണോ, ഇൻഹിബിറ്റ് ദി അപ്ടേക്ക് ഓഫ് സെറോട്ടോണിൻ ആൻഡ് നോറഡ്രിനാലിൻ ആണോ, അതോ സെലക്റ്റീവ് ഇൻഹിബിറ്റർ ഓഫ് 5-HT ആണോ, അതോ ഇൻഹിബിറ്റ് മോണോ അമിനോ ഓക്സിഡേസ് ആണോ? കൺഫ്യൂഷൻ വരിക എയും ബിയും തമ്മിലായിരിക്കും. പക്ഷെ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഹിബിറ്റ് ദി അപ്ടേക്ക് ഓഫ് സെറോട്ടോണിൻ ആൻഡ് നോറഡ്രിനാലിൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ നാർക്കോട്ടിക് അനാൽജസിക് സിന്തറ്റിക് അനലോഗ് ഓഫ് കൊഡീൻ ഡിവോയ്ഡ് ഓഫ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഓർ ടോളറൻസ്. നാർക്കോട്ടിക് അനാൽജസിക് ആണ്, കൂടാതെ സിന്തറ്റിക് അനലോഗ് ഓഫ് കൊഡീനുമാണ്. പ്രത്യേകത എന്താണ്? ഡിവോയ്ഡ് ഓഫ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഓർ ടോളറൻസ്. എന്താണ്? ഓപ്ഷൻ എ നെഫോപാം, ഓപ്ഷൻ ബി റെമിഫെന്റനിൽ, ഓപ്ഷൻ സി ട്രമഡോൾ, ഓപ്ഷൻ ഡി ഡൈഫിനോക്സലേറ്റ്. കൺഫ്യൂഷൻ വരിക ട്രമഡോളും ഡൈഫിനോക്സലേറ്റ്, കാരണം സിന്തറ്റിക് അനലോഗ് ഓഫ് കൊഡീനിൽ വരുന്നതാണ് ട്രമഡോള്. പക്ഷേ ഡ്രഗ് ഡിപ്പെൻഡൻസും ടോളറൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ഡൈഫിനോക്സലേറ്റ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റാൻ ചാൻസ് ഉണ്ട്. ഡാനസോൾ ഏത് കാറ്റഗറി വരുന്ന ഡ്രഗ് ആണെന്നാണ് ചോദ്യം. ആന്റി ഗൊണാഡോട്രോപിക് ഏജന്റ് ആണോ, അതോ ആന്റി ഈസ്ട്രജനിക് ഏജന്റ് ആണോ, അനാബോളിക് സ്റ്റിറോയിഡ് ആണോ, അതോ ആന്റി ആൻഡ്രോജനിക് ഏജന്റ് ആണോ? ഇതിന്റെ ഉത്തരം ആന്റി ഗൊണാഡോട്രോപിക് ഏജന്റ് ആണ്. 25ാമത്തെ ചോദ്യം, ഇത് ഒരുവിധപ്പെട്ട പേർക്കും കുറച്ച് തെറ്റാൻ ചാൻസ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിയിട്ടായിരുന്നു ആൻസർ ചെയ്യേണ്ടിരുന്നത്. വിച്ച് വൺ ഇൻഹിബിറ്റ് ദ ലൂക്കോട്രൈൻ സിന്തസിസ്. ഈ ലൂക്കോട്രൈൻ എന്നുള്ളൊരു ടോപ്പിക്ക് കാണുമ്പോഴേ നമ്മൾ മോണ്ടി ലൂക്കാസ്റ്റിലോട്ട് നമ്മൾ നോക്കും. കാരണം ലൂക്കോട്രൈൻ റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ് മോണ്ടി ലൂക്കാസ്റ്റ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് വിച്ച് വൺ ഇൻഹിബിറ്റ് ദ ലൂക്കോട്രൈൻ സിന്തസിസ് എന്നായിരുന്നു.
സോ ഓപ്ഷൻ സി സിലൂട്ടിനാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഒരുവിധപ്പെട്ട പേര് മോണ്ടി ലൂക്കാസ്റ്റ് ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലൂക്കോട്രൈൻ റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആയിരുന്നു മോണ്ടി ലൂക്കാസ്റ്റ്. ലൂക്കോട്രൈൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സിലൂട്ടിനാണ്. ഓക്കെ, 26ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ വൺ ഇൻഹലേഷണൽ സ്റ്റിറോയിഡ് യൂസ്ഡ് ഇൻ ആസ്മ. ഓപ്ഷൻ എ ഡെഫ്ലസക്കോട്ട്, ഓപ്ഷൻ ബി ബ്യൂഡിസനൈഡ്, ഓപ്ഷൻ സി മീഥൈൽ പ്രിഡ്നിസോളോൺ ആൻഡ് ഓപ്ഷൻ ഡി ബെറ്റാമെത്തസോൺ. കറക്റ്റ് ആൻസർ ബ്യൂഡിസനോയിഡ് ആണ്. 27ാമത്തെ ചോദ്യം സിലാസ്റ്റാറ്റിൻ. ഓപ്ഷൻ നോക്കാം, എന്ത് മെക്കാനിസം വഴിയാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ഡീഹൈഡ്രോപെപ്റ്റിഡേസ്, ഓപ്ഷൻ ബി ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ഡീഹൈഡ്രോപെപ്റ്റിഡേസ്, റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ബീറ്റാ ലാക്ടമേസ് ആൻഡ് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ബീറ്റാ ലാക്ടമേസ്. ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ അല്ല, അത് നമുക്ക് അറിയാം. പിന്നെ ഡീഹൈഡ്രോപെപ്റ്റിഡേസിലെ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 28ാമത്തെ ചോദ്യം എ ഫൈബ്രിനോലൈറ്റിക് വിത്ത് ഫൈബ്രിൻ നോൺ സ്പെസിഫിക് ഡയറക്റ്റ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആക്ടിവിറ്റി. ഫൈബ്രിനോലൈറ്റിക് ആണ് വിത്ത് നോൺ സ്പെസിഫിക് ഡയറക്റ്റ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആക്ടിവിറ്റി ഉള്ളത് ആർക്ക്? സ്ട്രെപ്റ്റോകൈനേസ്, അൾട്ടിപ്ലേസ്, ത്രോംബോപ്ലാസ്റ്റിൻ, യൂറോകൈനേസ്. ഇതിന്റെ പ്രൊഫഷണൽ കീയിൽ ആൻസർ തന്നിരിക്കുന്നത് യൂറോകൈനേസ് ആണ്. റിഫാംബസിൻ ഏത് മെക്കാനിസം വഴിയാണ് ആക്ട് ചെയ്യുന്നത്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആന്റി ടി ബി ഡ്രഗ്സ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐസോനിയാസിഡ് ആണെങ്കിൽ മൈക്കോളിക് ആസിഡ് സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതേസമയം റിഫാംബസിൻ ആണെങ്കിലോ? ഓപ്ഷൻ എ നോക്കാം, ഇൻഹിബിറ്റിംഗ് RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസും ഉണ്ട്. ഓപ്ഷൻ സിയിൽ ഇൻഹിബിറ്റിംഗ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസും ഉണ്ട്. സ്റ്റിമുലേറ്റിംഗ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. റിഫാംബസിൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇൻഹിബിറ്റിംഗ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. 30ാമത്തെ ചോദ്യം ആന്റി ഫംഗൽ ഡ്രഗ്സിൽ നിന്നാണ്. പിരമിഡിൻ ആന്റി മെറ്റബോളൈറ്റ് ആയിട്ടുള്ള ഒരു ആന്റി ഫംഗൽ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രഗ് ഏത്? ഓപ്ഷൻ എ ഗ്രിസിയോഫൾവിൻ, ഓപ്ഷൻ ബി ഫ്ലൂസൈറ്റോസിൻ, ഓപ്ഷൻ സി മിക്കോണസോൾ ആൻഡ് ഓപ്ഷൻ ഡി ക്യാപ്സോഫംഗിൻ. ഇതിന്റെ ശരിയായ ഉത്തരം ഫ്ലൂസൈറ്റോസിൻ ആണ്. 31ാമത്തെ ചോദ്യം അറ്റാസാനാവിർ ഇതൊരു ആന്റി റിട്രോവൈറൽ ഡ്രഗ് ആണ്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ആന്റി റിട്രോവൈറൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷനുമാണ്. ഓപ്ഷൻ എ നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റർ, ഓപ്ഷൻ ബി ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ്, ഓപ്ഷൻ സി റിട്രോവൈറൽ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റഗ്രേസ് ഇൻഹിബിറ്റർ. പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അല്ലെ. സാക്യുനാവിർ, നെൽഫിനാവിർ, ഇൻഡിനാവിർ ഒക്കെ എന്താണ്? പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇന്റഗ്രേസ് ഇൻഹിബിറ്റർ ഏതാണ്? റാൾട്ടിഗ്രാവിർ ആണ് അല്ലെ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വരും. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ ദി കാഷ്വൽ പ്രൊഫൈലാക്സിസ് ഫോർ ഓൾ സ്പീഷീസ് ഓഫ് മലേറിയ? കാരണം മലേറിയക്ക് ഒരുപാട് സ്പീഷീസ് ഉണ്ടല്ലോ. പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം ഒവേലെ, അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഉണ്ടല്ലോ. അതിലെ എല്ലാ സ്പീഷീസിലും നമുക്ക് കാഷ്വൽ പ്രൊഫൈലാക്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന മരുന്ന് ഏത്? ഓപ്ഷൻ എ ക്ലോറോക്വീൻ, ഓപ്ഷൻ ബി മെഫ്ലോക്വീൻ, ഓപ്ഷൻ സി പ്രോഗ്വാനിൽ ആൻഡ് ഓപ്ഷൻ ഡി പ്രിമാക്വിൻ. പ്രിമാക്വിൻ ആണ് ആൻസർ. 33ാമത്തെ ചോദ്യം നെയിം വൺ luminal amoebocyte with directly kill the trophocyte. ആന്റി അമീബിക് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. അത് നമ്മൾ ടിഷ്യൂ അമീബോസൈഡ്, ലൂമിനൽ അമീബോസൈഡ്, എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ എന്നൊക്കെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അറിയാമെങ്കിൽ ഉത്തരം ശരിയാകും. ഓപ്ഷൻ എ ഡയലോക്സിനേറ്റ് ഫ്യൂറോയിഡ്, ഓപ്ഷൻ ബി സാട്രനിഡസോൾ, ഓപ്ഷൻ സി എമിറ്റിൻ ആൻഡ് ഓപ്ഷൻ ഡി മെട്രാനിഡസോൾ. ഉത്തരം ഡയലോക്സിനേറ്റ് ഫ്യൂറോയിഡ് ആണ്. അടുത്തത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആന്റി ക്യാൻസർ ഡ്രഗ് ഇറിനോറ്റിക്കാൻ, ടോപ്പോറ്റിക്കാൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൈഹൈഡ്രോഫോളൈറ്റ് റിഡക്ടേസ് ഇൻഹിബിറ്റർ അല്ല, അത് നമുക്കറിയാം. ന്യൂറമിനിഡേസ് ഇൻഹിബിറ്ററും അല്ല, അതേതാണ്? ഒസൽറ്റാമിവർ. സോ ടോപ്പോ ഐസോമറൈസ് 1 ഇൻഹിബിറ്റർ ആണോ ടോപ്പോ ഐസോമറൈസ് 2 ഇൻഹിബിറ്റർ ആണോ എന്നാണ് കൺഫ്യൂഷൻ വരിക. ഓപ്ഷൻ ബി ടോപ്പോ ഐസോമറൈസ് 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബയോ കെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ എൻസൈം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദി കൺവേർഷൻ ഓഫ് glucose 1-phosphate to uridine diphosphate in glucogenesis. Option A uridine diphosphate glucose pyrophosphorylase, option B glucosyl transferase and option D hexokinase and glucokinase. ഹെക്സോകൈനേസും ഗ്ലൂക്കോകൈനേസും ഒന്ന് തന്നെയാണ്.
വരുവാണെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി എ ആൻസർ വരത്തുള്ളൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് പൈറോഫോസ്ഫറൈലേസ് ആണ് എൻസൈം. അടുത്തതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒറോട്ടിക് ആസിഡ് ഫോം ചെയ്യുന്നത് ഏത് സൈക്കിളിലാണ്? യൂറിയ സൈക്കിൾ, ബീറ്റ ഓക്സിഡേഷൻ, പിരമിഡിൻ ബയോസിന്തസിസ് ഓർ HMP ഷണ്ട്. പിരമിഡിൻ ബയോസിന്തസിസിലെ ഒരു പ്രൊഡക്റ്റ് ആണ് ഒറോട്ടിക് ആസിഡ്. സാധാരണ ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് അത് ഏത് എൻസൈമിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇതിപ്പം ഈ പ്രാവശ്യം കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഒരു ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മക്കാഡൽ ഡിസീസ്, ഓപ്ഷൻ ബി ആൽബിനിസം, ഓപ്ഷൻ സി സാന്തോമാറ്റോസിസ് ആൻഡ് ഓപ്ഷൻ ഡി വിൽസൺ ഡിസീസ്. വിൽസൺ ഡിസീസ് നമുക്കറിയാം കോപ്പറിന്റെ അക്കുമുലേഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിൽ വരുന്നതല്ല. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ ഏത്? ഓപ്ഷൻ എ കാത്തറോമീറ്റർ, ഓപ്ഷൻ ബി ഡയോഡ് അറേ ഡിറ്റക്ടർ ആൻഡ് ഓപ്ഷൻ സി സിംഗിൾ വേവ് ലെങ്ത് ഡിറ്റക്ടർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ. കാത്തറോമീറ്റർ അല്ലെങ്കിൽ തെർമൽ ഡിറ്റക്ടർ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് റീജിയൻ ഓഫ് ദ സ്പെക്ട്രം ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ഓസിലേറ്റർ, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റർ, ഓപ്ഷൻ സി ഫ്ലെയിം ഫോട്ടോമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലൂറിമീറ്റർ. ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡിലാണ് നമ്മൾ ടോട്ട് സസ്പെൻഷൻ ഗാൽവനോമീറ്ററിന്റെ യൂസ് ചെയ്യുന്നതെന്ന്? അത് ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. ഓപ്ഷൻ സി വരും. 41ാമത്തെ ചോദ്യം, ഗ്ലിമിബ്രൈഡ് സൾഫണൈലൂറിയ ഡെറിവേറ്റീവ് ഇതിലെ ബേസിക് റിംഗ് ഏതാണെന്നാണ് ചോദ്യം. ഫ്യൂറാൻ, പൈറോലിഡിൻ, പിരിഡിൻ, പൈറോൾ. ഉത്തരം പൈറോലിഡിൻ. 42ാമത്തെ ചോദ്യം, സെഫാലെക്സിൻ കംസ് അണ്ടർ വിച്ച് ജനറേഷൻ ഓഫ് സെഫാലോസ്പോറിൻ? നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ 5 ജനറേഷൻസ് ഉണ്ട്. ഇതിൽ ഓരോ ജനറേഷൻ സെഫാലോസ്പോറിനെയും എങ്ങനെ ഓർത്തിരിക്കാന്നുള്ള ന്യൂമോണിക്സ് ഒക്കെ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുന്നുള്ളവർക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സെഫാലെക്സിൻ കംസ് അണ്ടർ ഫോർത്ത് ജനറേഷൻ ആണോ, അതോ സെക്കൻഡ് ജനറേഷൻ ആണോ, അതോ ഫസ്റ്റ് ജനറേഷൻ ആണോ, അതോ ഓപ്ഷൻ ഡിയിൽ പറയുന്ന പോലെ തേർഡ് ജനറേഷൻ ആണോ? ഇതൊരു ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ് സെഫാലെക്സിൻ. അടുത്തത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡൈഫെൻഹൈഡ്രമിൻ, ഡൈമെൻഹൈഡ്രമിൻ ഒക്കെ നമ്മൾ എവിടെയാണ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്? ഓപ്ഷൻ എ ആന്റിഹിസ്റ്റമിൻ, ഓപ്ഷൻ ബി ആന്റി കൺവൽസൻ, ഓപ്ഷൻ സി സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ആൻഡ് ഓപ്ഷൻ ഡി കോളിനെസ്ട്രേസ് റിയാക്ടിവേറ്റർ. ഏതാണ്? ഓപ്ഷൻ എ ആന്റിഹിസ്റ്റമിൻ ആണ്. കോളിനെസ്ട്രേസ് റിയാക്ടിവേറ്റർ ഏതാണ്? പ്രാലിഡോക്സൈം ആണ് അല്ലെ. സോ ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടേ ഉള്ളൂ. നെയിം ദ നാർക്കോട്ടിക് ഡ്രഗ് വിത്ത് ലോ അബ്യൂസ് പൊട്ടൻഷ്യൽ. ഓപ്ഷൻ എയിൽ മോർഫിൻ അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ള ഡ്രഗ് ആണ്. ഓപ്ഷൻ ബി കൊഡീനും അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. മോർഫിന്റെക്കാളും 15 ടൈംസ് പൊട്ടൻസി കൂടുതലുള്ള ഡ്രഗ് ആണ് ഫെന്റനൈൽ സെട്രേറ്റ്. അപ്പൊ അബ്യൂസ് പൊട്ടൻഷ്യൽ കുറവുള്ളത് ഏതാണ്? ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന ഡൈഫിനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസൈഡ് ഇൻകം ഫ്രം ഡ്രഗ്സ് ബൈ ദ കോസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഇൻറ്റു 100. ഇത് ഏത് ചാർജിംഗ് പോളിസി ആണെന്ന്? അഡോപ്റ്റഡ് ഇൻ ദി പ്രൈസിംഗ് ഓഫ് ഡ്രഗ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രൈസിംഗ്, ഓപ്ഷൻ ബി കോസ്റ്റ് പ്ലസ് റേറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി പാർട്ടി ഇൻക്ലൂസീവ് റേറ്റ് സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി പെർ ഡൈം ഡ്രഗ് ചാർജ് സിസ്റ്റം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് പ്ലസ് റേറ്റ് സിസ്റ്റം ആണ് ക്വസ്റ്റ്യനിലെ ആൻസർ. അടുത്ത 46ാമത്തെ ചോദ്യം, നാഷണൽ പ്രോഗ്രാം ഫോർ ദ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? ഓപ്ഷൻ എ 1976, ഓപ്ഷൻ ബി 1971 ആൻഡ് ഓപ്ഷൻ സി 1963 ആൻഡ് ഓപ്ഷൻ ഡി 1989. ശരിയായ ഉത്തരം 1976. 47 question, which national program was introduced to achieve 100% vaccination coverage nationwide? Option A Swachh Bharat അല്ല. ഓപ്ഷൻ ബി പോഷൻ അഭിയാൻ ആൻഡ് ഓപ്ഷൻ സി മദേഴ്സ് അബ്സല്യൂട്ട് അഫെക്ഷൻ മാ ആൻഡ് ഓപ്ഷൻ ഡി ഇന്ദ്രധനുഷ്. ഏതാണ്? ഇന്ദ്രധനുഷ് ആണ് കറക്റ്റ് ആൻസർ. ഇത് ഒരുപാട് തവണ PSC റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ,
The average duration of time between placing of an order and receipt of an item. Option A, reorder level. Option B, buffer stock. Option C, lead time. And option D, zero level. Lead time ആണ്. എല്ലാ പ്രാവശ്യവും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ടൈം യൂറിയ ബ്രീത്ത് ടെസ്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. യൂറിയ ബ്രീത്ത് ടെസ്റ്റ് എന്തിനായിരുന്നു? പെപ്റ്റിക് അൾസറിന് യൂസ് ചെയ്യുന്നതായിരുന്നു. ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഡിപ്സ്റ്റിക് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്? ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി ന്യൂമോണിയ, ഓപ്ഷൻ സി നിപ്പ, ഓപ്ഷൻ ഡി ക്യാൻസർ. മലേറിയ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഡിപ്സ്റ്റിക് ടെസ്റ്റ്. 50ാമത്തെ ചോദ്യം, അബ്രിവേറ്റ് ICH ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ ആണോ, അതോ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ ആണോ, അതോ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്, ഓർ ഓപ്ഷൻ സി ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതി? ഓപ്ഷൻ സിയും ഡിയും അല്ല നമുക്ക് ഉറപ്പാണ്. ഇന്ത്യൻ കൗൺസിൽ ആണോ അതോ ഇന്റർനാഷണൽ കൗൺസിൽ ആണോ എന്നായിരിക്കും ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടായിരിക്കുക. അത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ ആണ്. 51ാമത്തെ ചോദ്യം, ഇതിലെ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ? ഓപ്ഷൻ എ വീരം, ഓപ്ഷൻ ബി പ്രകോപ, ഓപ്ഷൻ സി റെപ്പറിറ്റോറിസ് ആൻഡ് ഓപ്ഷൻ ഡി യെല്ലോ ബൈല്. ഇതിൽ ഏതാണ് സിദ്ധ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? അത് വീരമാണ്. ഈ അർസനിക് സിസ്റ്റം ഓഫ് മെറ്റബോളൈറ്റുകളാണ് സിദ്ധ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഈ വീരം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. 52ാമത്തെ ചോദ്യം, സ്പൈറുലിന ഫ്യൂച്ചർ ഫുഡ് എന്നും അല്ലെങ്കിൽ സൂപ്പർ ഫുഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്പൈറുലിനയിലെ കണ്ടന്റ് ആയിരുന്നു ചോദ്യം. ഓപ്ഷൻ എ സാപ്പോജനിൻ, ഓപ്ഷൻ ബി പിഥാഫറിൻ, ഓപ്ഷൻ സി ജെൻഷ്യനിൻ ആൻഡ് ഓപ്ഷൻ ഡി ഫൈക്കോസയാനിൻ. ഇതിന്റെ ശരിയായ ഉത്തരം ഫൈക്കോസയാനിൻ ആണ്, അതായത് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റെഡ് ആൽഗെ? ഓപ്ഷൻ എ ഫിബ്രോലൈഡ്, ഓപ്ഷൻ ബി സോനറോൾ, ഓപ്ഷൻ സി ബ്രോമോ കഫാലിൻ ആൻഡ് ഓപ്ഷൻ ഡി എലിഡോയിസിൻ. മറൈൻ ഫാർമക്കോഗ്നസി ടോപ്പിക് എന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഫിബ്രോലൈഡ് ആണ്. 54ാമത്തെ ചോദ്യം, ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് എന്തിലാണ് കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ നക്സ് വോമിക്ക, ഓപ്ഷൻ ബി മെയിൽ ഫേൺ, ഓപ്ഷൻ സി വാസക ആൻഡ് ഓപ്ഷൻ ഡി ഡട്ടൂര. വാസകയുടെ പ്രത്യേകതയാണ് ഗ്ലാൻഡുലാർ ട്രൈക്കോംസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ IBD അഥവാ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രം? ഓപ്ഷൻ എ റിസർവെരാട്രോൾ, ഓപ്ഷൻ ബി ബോസ്വെലിക് ആസിഡ്, ഓപ്ഷൻ സി വോഗോണിൻ, ഓപ്ഷൻ ഡി ഷിലാജിത്ത്. ഇതിന്റെ ശരിയായ ഉത്തരം ബോസ്വെലിക് ആസിഡ് ആണ്. അടുത്ത 56ാമത്തെ ചോദ്യം, വിച്ച് ഓയിൽ വാസ് യൂസ്ഡ് ആസ് ആൻ ഇമോളിയന്റ് ഇൻ ഫസ്റ്റ് കോൾഡ് ക്രീം? കോൾഡ് ക്രീം എന്ത് ടൈപ്പ് ഇമൽഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ്? വാട്ടറിൻ ഓയിൽ ആണ്. ഇതിൽ ഉപയോഗിച്ചിരുന്ന ഇമോളിയന്റ് ഏതെന്നാണ് ചോദ്യം. എ ആൽമണ്ട് ഓയിൽ, ഓപ്ഷൻ ബി ഗ്ലിസറിൻ, ഓപ്ഷൻ സി ഒലിവ് ഓയിൽ ആൻഡ് ഓപ്ഷൻ ഡി ജോജോബ എക്സ്ട്രാക്ട്. ഒലിവ് ഓയിൽ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനും ഇതിനു മുമ്പ് ചോദിച്ചുള്ള ഒരു PSC ക്വസ്റ്റ്യൻ തന്നെയാണ്. കോട്ടൺ ഫൈബേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ സീഡ്സ് ബൈ വിച്ച് മെത്തേഡ്? ജിന്നിങ്, പീലിംഗ്, ഓപ്ഷൻ സി പ്ലക്കിംഗ് ആൻഡ് ഓപ്ഷൻ ഡി റിറ്റിംഗ്. ഇതിന്റെ ശരിയായ ഉത്തരം ജിന്നിങ് ആണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഇൻസോലബിൾ പാർട്ട് ഓഫ് ട്രഗാകാന്തിൻ. വാട്ടർ സോലബിൾ പാർട്ടായിരുന്നെങ്കിൽ ഏതാണ്? ട്രഗാകാന്തിൻ വന്നേനെ. വാട്ടർ ഇൻസോലബിൾ പാർട്ടാണ് ചോദ്യം. അതെന്താണ്? ബസോറിൻ ആണ്. ഈ അമൈലോസും അമൈലോപെക്റ്റിനും അറിയാലോ, അതും ഇതേപോലെ തന്നെ സ്റ്റാർച്ചിന്റെ വാട്ടർ സോലബിൾ ആൻഡ് വാട്ടർ ഇൻസോലബിൾ പാർട്ടാണ്. നമ്മളോട് ചോദിച്ചിരുന്ന ട്രഗാകാന്തായിരുന്നു, അത് ബസോറിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനും ഫാർമസിസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ കോൺസ്റ്റിറ്റ്യുവൻസ് യൂസ്ഡ് ആസ് ഇൻസെക്ടിസൈഡ്? ഓപ്ഷൻ എ വെരാട്രം, ഓപ്ഷൻ ബി കോൾചിക്കം, ഓപ്ഷൻ സി കാസ്റ്റർ ഓയിൽ ആൻഡ് ഓപ്ഷൻ ഡി ജൂട്ട്. വെരാട്രം ആണ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉള്ളത്. കോൾചിക്കത്തിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? പോളിപ്ലോയിഡി ഒക്കെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഗൗട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രഗാണ് കോൾചിക്കം. മെഡോ സാഫ്രോൺ എന്നൊക്കെ സിനോണിമുള്ള ഡ്രഗുമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ? ഓപ്ഷൻ എ ഗിബർലിൻ, ഓപ്ഷൻ ബി അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ സി എഥിലീൻ ആൻഡ് ഓപ്ഷൻ ഡി അസറ്റിലീൻ. ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം? അസറ്റിലീൻ ആണ്.
ജലാറ്റിൻ ഈസ് ലാക്കിംഗ് വിച്ച് അമിനോ ആസിഡ്? ജലാറ്റിനകത്ത് ഇല്ലാത്ത അമിനോ ആസിഡ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെത്തിയോണിൻ, ഓപ്ഷൻ ബി ട്രിപ്റ്റോഫാൻ, ഓപ്ഷൻ സി വാലിൻ ആൻഡ് ഓപ്ഷൻ ഡി ലൂസിൻ. മെത്തിയോണിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് മെത്തിയോണിൻ. ട്രിപ്റ്റോഫാൻ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. എക്സാമ്പിൾ ഓഫ് ആൻ ഇൻജസ്റ്റന്റ് അലർജൻ. ഓപ്ഷൻ എ പെനിസിലിൻ, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി ലിവർ എക്സ്ട്രാക്ട്, ഓപ്ഷൻ ഡി ആസ്പരാഗസ്. വീറ്റ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബൗഡിൻ ടെസ്റ്റ് എന്ത് ടെസ്റ്റിന്, എന്ത് ക്രൂഡ് ഡ്രഗിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, സെസമ്മ ഓയിൽ, അരാച്ചിസ് ഓയിൽ. ബൗഡിൻ ടെസ്റ്റ് സെസമ്മ ഓയിലിനുള്ളതാണ്, ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഇതും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ടിഷ്യൂ കൾച്ചറിന്റെ ടോപ്പിക് എന്നുള്ളതാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജെല്ലിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ മീഡിയ. ഓപ്ഷൻ എ ട്രഗാക്കൻ, ഓപ്ഷൻ ബി അഗാർ അഗാർ, ഓപ്ഷൻ സി ഗം അക്കേഷ്യ, ഓപ്ഷൻ ഡി ഡെക്സ്ട്രൻ. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ജെല്ലിംഗ് ഏജന്റ്. ശരിയായ ഉത്തരം അഗാർ അഗാർ ആണ്. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി ചോദിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് SN2 റിയാക്ഷൻ? ഓപ്ഷൻ 1 ആബ്സെൻസ് ഓഫ് റീഅറേഞ്ച്മെന്റ്, ഫേവേർഡ് ബൈ അപ്രോട്ടിക് സോൾവെന്റ്, സ്റ്റീരിയോ സെലക്റ്റീവ് ആൻഡ് സ്റ്റീരിയോ സ്പെസിഫിക്, അണ്ടർഗോ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസിസ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ലാസ്റ്റ് അനലിസ്റ്റ് എക്സാമിനും 66th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ വീക്ക് ആസിഡും വീക്ക് ബേസും ഡിഫറെന്റ് കളേഴ്സ് കാണിക്കുന്നു ഇൻ അയണൈസ്ഡ് ആൻഡ് അൺഅയണൈസ്ഡ് ഫോം. ഇങ്ങനെ ഒരു തിയറി, ഈ ഒരു ഫാക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏത് തിയറിയിലൂടെ എന്നാണ് ചോദ്യം. അപ്പം ഇത് ലാസ്റ്റ് ടൈമിലെയും അനലിസ്റ്റിലെയും ഈ ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ നോക്കിയാൽ ഗേ ലുസാക് തിയറി, ഓപ്ഷൻ ബി കൊളോയിഡൽ തിയറി, ഓപ്ഷൻ സി ഓസ്വാൾഡ് തിയറി ആൻഡ് ഓപ്ഷൻ ഡി ക്യൂനോയിഡ് തിയറി. ഇതിന്റെ ശരിയായ ഉത്തരം ഓക്സ്വാൾഡ് തിയറിയാണ്, അതായത് ഓപ്ഷൻ സി വരും. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് നോ ബോണ്ട് റെസൊണൻസ്? ഇറ്റ് ഈസ് എ സ്റ്റെബിലൈസിംഗ് എഫക്ട്, ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി പൈ ഇലക്ട്രോൺ, ഇറ്റ് ഇൻവോൾവ്സ് ദ ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ഓർബിറ്റൽ, ഇറ്റ് ഗീവ്സ് മോർ സ്റ്റെബിലിറ്റി ദാൻ റെസൊണൻസ്. ഇതിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. സ്റ്റെബിലൈസിംഗ് എഫക്റ്റും ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ഓർബിറ്റലും, അതായത് ഓപ്ഷൻ സി വരും ഉത്തരം. അടുത്തത് ഇനേർട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാൻ കഴിവുള്ള എലമെന്റ് ഏത്? ഓപ്ഷൻ എ നിക്കൽ, ഓപ്ഷൻ ബി ക്രോമിയം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി കോപ്പർ. ക്രോമിയം ആണ് ശരിയായ ഉത്തരം. അടുത്തൊരു കെമിക്കൽ ഫോമുല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സോപ്പ് ക്ലേ? Al2O3 4SiO2 H2O. ഇതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ എ വരും. അലൂമിനിയം സിലിക്കേറ്റ് ആണ്. അതിൽ വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ H2O, ഇവിടെ 2H2O, ഇവിടെ 4SiO2, ഇവിടെ 2SiO2. ഇതിലൊരു കൺഫ്യൂഷൻ വന്നാൽ നമുക്ക് ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. അടുത്ത 70ാമത്തെ ചോദ്യം, ഇൻ റിഫോമാറ്റ്സ്കി റിയാക്ഷൻ വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്? ഈ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മഗ്നീഷ്യം ആണോ, അതോ ഓപ്ഷൻ ബി നിക്കൽ ആണോ, ഓപ്ഷൻ സി കാഡ്മിയം ആൻഡ് ഓപ്ഷൻ ഡി സിങ്ക്? സിങ്ക് ആണ് ഉത്തരം. ബെൻസോയിക് ആസിഡിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ എ NO2 ഗ്രൂപ്പ്, ഓപ്ഷൻ ബി OH, ഓപ്ഷൻ സി Cl ആൻഡ് ഓപ്ഷൻ ഡി SO3. ഇതിന്റെ കറക്റ്റ് ഉത്തരം OH ഗ്രൂപ്പ് ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. 72ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വ്രോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് തയോഫിൻ? തയോഫിനുമായി ബന്ധപ്പെട്ട വ്രോങ് സ്റ്റേറ്റ്മെന്റ്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഈൽഡ് ടെട്രാഹൈഡ്രോതയോഫിൻ, undergo electrophilic substitution reaction at second position, can be prepared from open chain compound by ring closure, and thiophene is considered as an aromatic compound. Wrong statement ഓപ്ഷൻ എ ആണ്. ബാക്കി പിയും സിയും ഡി ഒക്കെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനാൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത്? ഓപ്ഷൻ സാൾട്ട് ഫോർമേഷൻ, ഓപ്ഷൻ ബി മെക്കാനിക്കൽ സെപ്പറേഷൻ, ഓപ്ഷൻ സി ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ. ഉത്തരം മെക്കാനിക്കൽ സെപ്പറേഷൻ.
ഇതിലെ ഏത് ഇൻഡിക്കേറ്റർ ആണ് ട്രൈഫീനൈൽ മീഥൈൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ളത്? മീഥൈൽ ഓറഞ്ച്, റിസോൾ റെഡ്, മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് സൈലനോൾ ഓറഞ്ച്. ഉത്തരം മാലക്കൈറ്റ് ഗ്രീൻ ആണ്. Adulteration of ghee can be analyzed by saponification value, acid value, iodine value, Richard-Michel value. Richard-Michel value ഉപയോഗിച്ചിട്ടാണ് ഗീയിലേക്ക് അഡൾട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഹണിയിലെ അഡൾട്രേഷൻ നമുക്ക് ഫീസ് ടെസ്റ്റ് ഇല്ലേ, അതേപോലെ ഗീയിലെ അഡൾട്രേഷൻ ഉപയോഗിക്കുന്നത് എന്താണ്? റിഷർട്ട്-മിഷൽ വാല്യൂ ആണ്. 76th question. The product of Claisen condensation. Option A, phenolic aldehyde. Option B, beta hydroxyaldehyde. Option C, beta ketoester. And option D, alpha beta unsaturated acid. ഉത്തരം ബീറ്റ കീറ്റോ എസ്റ്റർ ആണ്. എഴുപത്തിയേഴാമത്തെ ചോദ്യം ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇമ്പോർട്ട് ആൻഡ് സെയിൽ ഓഫ് എത്ക്ലോറോവൈനോൾ ഈസ് റെഗുലേറ്റഡ് ബൈ. ഇതൊരു ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ് ആണ്. ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ് ആണെങ്കിൽ ഏത് ഷെഡ്യൂളിൽ വരും? ഷെഡ്യൂൾ വൈ അറിയാം, ക്ലിനിക്കൽ ട്രയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷെഡ്യൂൾ വി അറിയാം, പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻ ആണ്. ഷെഡ്യൂൾ യു എന്താണ്? ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സും ആണ്. അപ്പം ഷെഡ്യൂൾ എക്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ. പാക്ക് സൈസ് ഓഫ് പീഡിയാട്രിക് ഓറൽ ഡ്രോപ്സ്. ഓപ്ഷൻ എ 3 ml, ഓപ്ഷൻ ബി 5 ml, ഓപ്ഷൻ സി 7 ml, ഓപ്ഷൻ ഡി 9 ml. 5 ml ആണ് ഉത്തരം. ക്വാണ്ടിറ്റി ഓഫ് എനി സിംഗിൾ ഡ്രഗ് ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ യൂസ് മസ്റ്റ് നോട്ട് എക്സീഡ്. അതായത് പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ ഏതൊരു സിംഗിൾ ഡ്രഗിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ലെന്ന്. 50, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 150, ഓപ്ഷൻ ഡി 200. ഇതിന്റെ ശരിയായ ഉത്തരം 100 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒപ്പിയം പോപ്പി ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഓൺലി ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ നോട്ടിഫൈഡ് ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ്. ആൾ ഓഫ് ദി എബോവ്. നീമുച്ചിലും ഗാസിപൂരിലും ഉണ്ട്. 81ാമത്തെ ചോദ്യം. ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇപ്പൊ നമ്മൾ ഒരുപാട് കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ട്. ബോർ കമ്മിറ്റി, ഹാത്തി കമ്മിറ്റി, മുതലിയാർ കമ്മിറ്റി, ഭാട്ടിയ കമ്മിറ്റി. ഇപ്പൊ ഇതിലെ ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞത് മുതലിയാർ കമ്മിറ്റിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതിൽ ഓരോ കമ്മിറ്റിക്കും ഓരോ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുതലിയാർ കമ്മിറ്റീനെ നമ്മൾ പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ്. ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു മുതലിയാർ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. 82ാമത്തെ ചോദ്യം. ഇതിൽ ഏതോ ഒരു കളർ പെർമിറ്റഡ് കളർ അല്ല. ഓപ്ഷൻ എ ടാർട്രാസിൻ, ഓപ്ഷൻ ബി റോഡാമിൻ, ഓപ്ഷൻ സി റിസോഴ്സിൻ ബ്രൗൺ ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡിഗോ കാർമിൻ. റോഡാമിൻ ആണ് ഉത്തരം. ആൽക്കഹോളിക് ഡ്യൂട്ടേബിൾ ഗുഡ്സ്. ഇതിനെ നമുക്ക് വെയർഹൗസിൽ എത്ര പീരീഡ് മാക്സിമം ശേഖരിച്ചു വെക്കാൻ പറ്റുമെന്ന്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്, കെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓപ്ഷൻ എ 3 ഇയർ, ഓപ്ഷൻ ബി 5 ഇയർ, ഓപ്ഷൻ സി 7 ഇയർ ആൻഡ് ഓപ്ഷൻ ഡി 10 ഇയർ. 3 ഇയറും 5 ഇയർ ആയിരിക്കാം കൺഫ്യൂഷൻ വരിക. 3 ഇയർ ആണ്. നോൺ പേറ്റന്റബിൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നോൺ പേറ്റന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അത് ഏതാണ്? ന്യൂ ഡ്രഗ് ടു ട്രീറ്റ് ക്യാൻസർ പേറ്റന്റബിൾ ആണ്. എ ന്യൂ മെത്തേഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷനും പേറ്റന്റബിൾ പ്രിപ്പറേഷൻ ആണ്. അതേസമയം എ ന്യൂ മെത്തേഡ് ഫോർ അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ പേറ്റന്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഷെഡ്യൂൾ ടി നമുക്കറിയാം. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഓഫ് ഏതാണ്? ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി. പക്ഷേ ക്വസ്റ്റ്യനിലെ ഷെഡ്യൂൾ ടി എ ആയിരുന്നു ചോദ്യം. അത് ഓപ്ഷൻ സി വരും ആൻസർ. അതായത് ദ ഫോം ഓഫ് റെക്കോർഡ്സ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ബൈ ആയുർവേദിക്, സിദ്ധ, യുനാനി ആൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അതായത് ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം. ഫാർമസി ബിൽ 2023 ഇറങ്ങിയ ഫാർമസി ബില്ല് ഏത് ആക്ടിനെയാണ് അമെൻഡ് ചെയ്തതെന്ന്? ഫാർമസി ആക്ട് 1948 ആണോ, അതോ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആണോ, അതോ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ആക്ട് 1955 ആണോ, അതോ ഓപ്ഷൻ ഡി ഈ ആക്ടുകളെ ഒന്നും തന്നെ അല്ല? ഓപ്ഷൻ എ ഫാർമസി ആക്ട് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് പെർസെന്റേജ് മാർജിൻ ഫോർ കാൽക്കുലേറ്റിംഗ് സീലിംഗ് പ്രൈസ് ഓഫ് എ ഷെഡ്യൂൾഡ് ഫോർമുലേഷൻ 4, 8, 12, 16. ഉത്തരം 16 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ.
റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിലെ. സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന്? ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ എന്തായാലും ഉണ്ടാകും. പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോകസഭ, ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓർ എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ഇതിൽ ആരായിരിക്കും? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. അതായത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഉണ്ടാകും, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ഉണ്ടാകും, കൂടാതെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. വേർസ്റ്റർ പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻകാപ്സുലേഷൻ ടെക്നിക്കിൽ വരുന്നതാണ്. ഇൻ റിഗാർഡ് ടു ദി പാർട്ടിക്കിൾ സൈസ്, വേർസ്റ്റർ പ്രോസസ് ഈസ് ആപ്ലിക്കബിൾ ടു മാക്രോ എൻകാപ്സുലേഷൻ ആൻഡ് മൈക്രോ എൻകാപ്സുലേഷൻ. സോ ശരിയായ ഉത്തരം സി. സോഫ്റ്റ് ഡ്രഗ് അപ്രോച്ച് ഫോർ ഓക്കുലർ ഡ്രഗ് ഡെലിവറി ഇൻവോൾവ്സ് സൈറ്റ് സ്പെസിഫിക് ആക്ഷൻ, undergo singular metabolic deactivation, both A and B. ശരി ഉത്തരം സി ആണ്. 91ാമത്തെ ചോദ്യം, സോണോഫെറസ്. സോണോഫെറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സോ അൾട്രാസൗണ്ട് ബേസ്ഡ് ഡ്രഗ് ഡെലിവറി ആണോ, അതോ ഷോർട്ട് ഡ്യൂറേഷൻ ഹൈ വോൾട്ടേജ് പൾസസ് ബേസ്ഡ് ഡ്രഗ് ഡെലിവറി ആണോ, അതോ അപ്ലൈഡ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബേസ്ഡ് ഡ്രഗ് ഡെലിവറി ആണോ, അതോ ഇതെല്ലാം വരുമോ? എങ്ങനെയാണ്? സോണോഫെറസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് അല്ലേ. സോ ഓപ്ഷൻ എ വരും ശരിയായ ഉത്തരം. തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ സോലുബിലൈസ്ഡ് സിസ്റ്റംസ് ആർ കാൾഡ് ക്ലിയർ ഇമൽഷൻ, micro emulsion, micellar micro emulsion, all of the above. All of the above. ലൂ റീഗൽമാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഏത് മോഡലിലാണ് യൂസ് ചെയ്യുന്നത്? വൺ കമ്പാർട്ട്മെന്റ് മോഡൽ, മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡൽ, മമേലറി മോഡൽ, ഓൾ ഓഫ് ദി അബോവ്. മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലൂ റീഗൽമാൻ മെത്തേഡ്. Iodophor contain which of the following? Non-ionic surfactant, anionic surfactant, povidone, all of the above. All of the above. As per WHO, identification of critical elements of a process which are available at sender's unit and not in receiving unit is known as gap analysis, design space, in-process control, finished product. Uttaram, gap analysis. Example of cross tabulation include two-way table, three-way table, manifold table, all of the above. ഇതെല്ലാം cross tabulation methods ആണ്. ഓപ്ഷൻ ഡി ആൻസർ. Wilcoxon signed rank test is better than which of the following? One sample test, paired t-test, both A and B, none of the above. Both A and B. One sample and paired t-test. 98th question. Indicator commonly used in gas pack jar. Methylene blue, indole red, saffronin, both B and C. അതായത് indole red and saffron. ഉത്തരം methylene blue. കണ്ടക്ടോമെട്രിക് ബയോസെൻസറിന് എക്സാമ്പിൾ ഏത്? കാലോറിമെട്രിക് ബയോസെൻസർ, യൂറിയ ബയോസെൻസർ, പീസോ ഇലക്ട്രിക് ബയോസെൻസർ, തെർമോമെട്രിക് ബയോസെൻസർ. ഉത്തരം ഓപ്ഷൻ ബി. നൂറാമത്തെ ചോദ്യം, DNA ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ട്യൂബർക്ലോസിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏത്? ലൂസിഫറേസ്, യൂറിയേസ്, ലിഗേസ്, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ എ ലൂസിഫറേസ്. അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്ന് നടന്ന ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അനലിസ്റ്റ് 3യുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക. അപ്പം ഓക്കെ, താങ്ക് യു.